നമ്മുടെ നമ്മുടെ അരിക്കണ്ണൻ, കദളിവായ, കൊലയ്ക്കാത്ത മച്ചിവായ പലതും പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇവന് ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, ഇവന് ഓക്കെ ഇപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ എനിക്കും ചിലപ്പോ ഈ കാര്യത്തിനൊന്നും അർഹത ഉണ്ടാവില്ല കേട്ടോ. ഇവന് ഏതെങ്കിലും ഒരു കാര്യം എടുത്തതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അർഹത ഉള്ളത്? അർഹത ഉണ്ടെങ്കിൽ തന്നെ ഇവന്റെ വീട്ടിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നില്ലേ? അങ്ങനെയുള്ള ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ആദ്യം പരിഹരിച്ചതിന്റെ ശേഷമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കേണ്ടത്? അങ്ങനെയല്ല അതിന്റെ ഒരു ഇത് വെറുതെ ഒന്നും കണ്ട് ആർക്കോ വേണ്ടി ഇങ്ങനെ പറയാ. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ നോക്കണം. ഇവിടെ ഇപ്പൊ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഇനിയിപ്പോ പോട്ടെ, അവനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഇപ്പൊ പലതും നടക്കുന്നുണ്ട്. അവനാലുണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 20 ലക്ഷം കിട്ടേണ്ട അടുത്തുനിന്ന് 5 ലക്ഷം എടുത്തിട്ട് വന്ന് മാസ് കാണിച്ചിട്ടുള്ള ഒരു മൊയന്താണ് ഇവൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മൊണ്ണത്തരം കാണിച്ചിട്ട് വന്നിരുന്ന് വല്ലതും അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഇവൻ അഹങ്കാരത്തോടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താണ്? ഇതെന്റെ അരിയാണ്, ഇതെന്റെ ചാനലാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതെന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞു കണ്ട് മറ്റ് എന്താ പറയാ, ഈ ആളുകളുടെ ഇറച്ചിയൊക്കെ പച്ചക്ക് കടിച്ചു പറിച്ച് വലിച്ചു വാരി തിന്നിട്ട് ഇതാണ് എന്റെ പണി എന്ന് പറയണേ. എന്താ സാധനമാണ് എനിക്കുള്ളത്? പോട്ടെ, ഇവരിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ തന്നെ ഇപ്പം നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇവൻ ചിലക്കനൊന്നുമില്ല. പക്ഷെ ഇവന്റെ തൊള്ള തുറക്കാൻ പറ്റുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച്, അതല്ല കോൺഗ്രസിന് ഇവിടെ ബാക്കി സീറ്റുകളൊക്കെ കിട്ടി, CPM-ന് ഒരു സീറ്റ്. അതൊക്കെ പോട്ടെ, അത് വിഷയമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവൻ വന്നിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവനൊരു സംഖ്യയാണ്, പക്ക ഒരു സംഖ്യ. അതിൽ യാതൊരു മാറ്റമില്ല. എന്റെ അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ തന്നെയാണ് സത്യം. ഇന്നലെ ആ വീഡിയോ ആരെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പം ഇപ്പം നേരെ വന്നിട്ട് ഉമ്മർ ലുലു എന്നും അതുപോലെ തന്നെ എന്താ പറയാ, ഈ സഞ്ജു ടെക്കിന്റെ വിഷയങ്ങൾ എടുത്തിട്ടാ കരയുന്നത്. പിന്നെ മുഖ്യമന്ത്രിന്റെ തൊള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ പാർട്ടിനെയും പാർട്ടിക്കാരെയും പച്ച മട്ടല് വെട്ടിയിട്ട് തല്ലിന്റെ ടീമാണ് അത്. അതിന് സംശയമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ല, ഈ പുരോഹിതന്മാരൊക്കെ ഇടയിലും മണ്ടന്മാരൊക്കെ ഉണ്ടാവും പറഞ്ഞ മുഖ്യമന്ത്രിന്റെ പ്രസ്താവന ആനണ പച്ചവായ കൊലയ്ക്കാത്ത വായ ഇവിടുത്തെ പ്രശ്നങ്ങള് എന്നെ കൊണ്ട് ഇന്നലെ കുറെ ആളുകളുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടായിട്ടില്ലേ? അപ്പൊ ഷിജൊക്കെ തന്നെ വട്ടത്തിൽ മൂഞ്ചിങ്ങണ്ട് അയാള് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ്. ഒരു കോമ്പൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഈ കാര്യങ്ങളും അതല്ല എന്റെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് അതെന്റെ ഇഷ്ടമാണ്. എന്നെ കൊണ്ടുണ്ടായിട്ടുള്ള ബിഗ് ബോസ് ഹൗസ് ഈ സീസൺ എത്രയും മൂഞ്ചിപ്പിക്കാനുള്ള കാരണം നീ അല്ലേ? അതൊക്കെ കണ്ട് തുറന്ന് പറയും. ഈ മുഖ്യമന്ത്രിന്റെ തൊള നോക്കി നടക്കുക, ഇതാണ് ഇവന്റെ സ്വഭാവം. ഇന്നലെ എന്നിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആരെങ്കിലും കമന്റ് ചെയ്താല് അവരെ വർഗീയപരമായിട്ട് വരെ തെറി പറയുക. ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോ ഇത് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് എന്താ പറയാ, ഒരാള് പാവാടക്കുള്ളിൽ നിന്ന് കാറിലേക്ക് എന്നുള്ള ഒരു കമന്റ് ഇട്ടതിന് ഇനി കിതാബിൽ പെട്ട് കിടക്കണമെന്നല്ല പറഞ്ഞ ഒരു സംഖ്യയാണ് ഇത്. അങ്ങനെ ഒരു എത്തീസ്റ്റ് ആണെങ്കിലും ഒരു യുക്തിവാദി ആണെങ്കിലും അത് എങ്ങനെ അവിടെ അയാൾ മതത്തിനെ ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. നോക്കണേ, ഒരു എത്തീസ്റ്റ് ആണെങ്കിലും യുക്തിവാദി ഒരു നിരീശ്വരവാദി ആണെങ്കിലും യഥാർത്ഥത്തിലുള്ള ആളുകളാട്ടോ. അതല്ലാതെ ഞാൻ നിരീശ്വരവാദിയാന്നൊക്കെ പറഞ്ഞ ഇവിടെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ്, അങ്ങനത്തെ ഒരു സവർണ സംഖ്യയാണ് ഈ ഏജന്റ്. എനിക്കങ്ങനെ തോന്നുന്നത്. അതല്ലാതെ ഇവനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്തെങ്കിലും എനിക്കതൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഭയങ്കര വോയിസ് മോഡുലേഷനിലൊക്കെ വന്നിരുന്നിട്ട് വല്ലതും കൊണ്ട് തള്ളിക്കരയലല്ല മോനെ സായി കൃഷ്ണ. ഞാൻ അതല്ല ചെയ്യേണ്ടത്. ഇത്തിരി ഉളുപ്പില്ലടി എനിക്ക്. വല്ലാത്തൊരു ചങ്ങാതിയാണ് ആ തെറി. ഇങ്ങനെയൊക്കെ തെറി വരാന്ന് പറയുമ്പോ ഓക്കെ, ഇനി ഇപ്പം എന്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ പറഞ്ഞാൽ ഞാനും നല്ല തെറി പറയുന്നുണ്ട്. നല്ല അടിപൊളി, അവർക്ക് മനസ്സിന് താങ്ങാത്ത വിധത്തിലുള്ള തെറി ഞാൻ പറയാനാണ്. അതിന് കാരണം ഉണ്ടാവും. പാവാടക്കുള്ളിൽ നിന്ന് കാറിലേക്ക് എന്ന് പറഞ്ഞൊരു കമന്റ്, അത് സത്യല്ലേ? എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ജാസ്മിന്റെ മണക്കാൻ വേണ്ടി നടന്നവനല്ലേ നീ? അതല്ലെങ്കിൽ പിന്നെ ഇനി അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഇനി പറയും. ഇനി ജാഫറിന്റെ ഫോൺ സംഭാഷണവും ഗബ്രീനെ കുറിച്ചിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളും അതല്ലാതെ ഇനി ഇവിടെ നീ കുത്തിത്തിരിപ്പുണ്ടാക്കി ഭീഷണിപ്പെടുത്തി കാറിന്റെ മൂലക്കൽ ഒരു ഭാഗത്ത് ഇരുന്ന് തേങ്ങി പറഞ്ഞ് ജാസ്മിന്റെ കുറ്റങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞിട്ട് ഇനി അവിടെ പോയി ചെയ്തു കൂട്ടിയ കാര്യത്തിനെ കുറിച്ചൊക്കെ പറയാൻ ഉളുപ്പുണ്ടെങ്കിൽ തൊള്ള തുറക്കണ സായി.